അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി അഡ്വക്കേറ്റ് മഞ്ജു എ.ബി, അസോസിയേറ്റ് പാർട്ണർ ആൻഡ് കൺസൾട്ടന്റ് ആണ്. അൽതസിദ് ഗ്ലോബൽ എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലെ കൊച്ചിനിലെ പാർട്ണറാണ് മഞ്ജു. ഈ അൽതസിദ് ഗ്ലോബൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ്, ട്രേഡ് മാർക്ക്, പേറ്റന്റ് എന്നീ കാര്യങ്ങളിലെല്ലാം കൺസൾട്ടൻസി നൽകുന്ന ഒരു സ്ഥാപനമാണ്. നമുക്ക് ഇന്ന് മഞ്ജുവിനോട് സംസാരിച്ച് മനസ്സിലാക്കാം, നമ്മളൊരു ഫേം തുടങ്ങുമ്പോൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ട്രേഡ് മാർക്കുകളാണ് എടുക്കേണ്ടത്, IP റൈറ്റ്സ് എന്തൊക്കെയാണ്, പേറ്റന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് മഞ്ജുവിനോട് ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. താങ്ക് യു മഞ്ജു, വെൽക്കം. താങ്ക് യു മഞ്ജു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന ഒരാള് എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് മഞ്ജു പ്രതിനിധാനം ചെയ്യുന്ന മേഖലയിൽ അവർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന ഒരാൾ ആദ്യം തന്നെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ആദ്യം തന്നെ ഒരു പേരിടും. ഒരു കമ്പനി ഇന്നതായിരിക്കണം, ഒരു റെന്റൽ അഗ്രിമെന്റ് ഇടും, GST അപ്ലൈ ചെയ്യും, ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങും. അവർ എന്നിട്ട് പതുക്കെ പിന്നീടാണ് അവർ പലപ്പോഴും ഈ പേരിന് ഒരു ട്രേഡ് മാർക്ക് എടുക്കണം, അല്ലെങ്കിൽ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ റൈറ്റ്സിന് വേണ്ടി ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ അത് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആദ്യം നമ്മളുടെ പേരെന്തായിരിക്കണം എന്നുള്ളതിന്റെ ഒരു സെർച്ച് ചെയ്തിട്ട് അത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഈ പേരുമായിട്ട് പോകേണ്ടത്. അതല്ലേ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. എന്താണ് മഞ്ജു, ഈ മേഖലയിൽ 10 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മഞ്ജുവിന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഇതിനെക്കുറിച്ച്? അതെ, അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. പലരും എന്താണെന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഒരു സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ന്യൂ ഓൺടർപ്രണേഴ്സ്, അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ what they do is like ബിസി ആയിരിക്കും. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫിനാൻസിങ്, അവരുടെ പല പല ഫണ്ടമെന്റൽസ് ഇങ്ങനെ ബേസ്ഡ് അങ്ങനെയാണ്. പക്ഷെ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ, ബിസിനസ് എന്ന് പറയുമ്പോൾ യു ഹാവ് 2 assets എന്നാണ് നിങ്ങൾ പറയാം. ഒന്ന് ടാഞ്ചിബിൾ എന്ന് പറയും, ഇൻടാഞ്ചിബിൾ എന്ന് പറയും. സോ ടാഞ്ചിബിൾ അസറ്റ്സ് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കമ്പനിയുടെ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ എന്താ പറയാ, അവരുടെ വെഹിക്കിൾ, പ്രോപ്പർട്ടി, എവറിത്തിങ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ടാഞ്ചിബിൾ എന്ന് പറയുന്നത്, വിച്ച് യു ക്യാൻ സീ, ഫിസിക്കലി കാണാൻ പറ്റുന്നതാണ് ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മൾ ഓഡിറ്റ് ഇടുമ്പോൾ. പക്ഷെ ഇൻടാഞ്ചിബിൾ എന്ന അസറ്റും കൂടെ ഒരു ഇതും കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ അത് യു കെ നോട്ട് സീ, അത് ടച്ച് ഓർ ഫീൽ അല്ല. ദാറ്റ് ഈസ് ഗോട്ട് ഇൻടാഞ്ചിബിൾ. ഇറ്റ്സ് എ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നാ പറയാ അതിന്. ഇറ്റ്സ് ലൈക്ക് സംതിങ് വിച്ച് യു create out of your mind. So intellectual property. അപ്പോൾ അതാണ് പേറ്റൻസ് അല്ലെങ്കിൽ ഡിസൈൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ what you call that trademark, logo, slogan, അതെല്ലാം വരുന്നത് നിങ്ങളുടെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടാണ്. സോ ഒരു ബിസിനസ് നമ്മളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ, ഫോർ എ ലോങ് റൺ, ഇൻ ദ ലോങ് റൺ നിങ്ങൾക്ക് ഇത് രണ്ടും വേണം. ലൈക്ക് യു നീഡ് ബോത്ത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ഫോർ എ സക്സസ്ഫുൾ ബിസിനസ്. സോ അതെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ബി ലൈക്ക് what you call, they will be like behind tangible assets. The one they tend to forget is that intangible assets. Totally neglect ചെയ്തു പോകുന്ന കാര്യമാണ്. But of lately കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും. ട്രേഡ് മാർക്ക് ചെയ്യേണ്ടതിനും പേറ്റന്റിങ് അല്ലെങ്കിൽ ഡിസൈനിങ്, ഒരു കോപ്പി റൈറ്റ്, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യണത്. ബിക്കോസ് ഓഫ് ദാറ്റ് ഇപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ എസ്പെഷ്യലി കമ്പനി സെക്രട്ടറി തന്നെ അവരെന്നെ പറയുന്നത്, ട്രേഡ് മാർക്കിന്റെ അപ്പോഴും നമ്മൾ ആ കമ്പനിയുടെ ഒരു പേരെടുക്കാൻ നോക്കുമ്പോൾ തന്നെ നമ്മൾ ആ ട്രേഡ് മാർക്ക് സെലക്ട് നോക്കണം. ട്രേഡ് മാർക്ക് സെർച്ച് അപ്പോഴും വരും. സോ ഒബിയസ്ലി അങ്ങനത്തെ കുറെ കാര്യങ്ങളും വരുമ്പോഴും അവർക്ക് അവയർനെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ടും IP അവയർനെസ് ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പൊ അതിനെ കൂടെ IP അവയർനെസ് കൊടുത്തതുകൊണ്ട് തന്നെ ആൾക്കാർ, ഓൺട്രപ്രണേഴ്സ് കൂടുതലും അവെയർ ആവാൻ തുടങ്ങി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീനെ കുറിച്ച്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആൾക്കാർ കൂടുതൽ ഒരു പേരിടും. സ്റ്റാർട്ടപ്സ് സംതിങ് ഓക്കെ, അവർ വിചാരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബെൻസ് എന്നുള്ള പേര്, BENZ എന്നാണ് ബെൻസ്, നമുക്ക് എല്ലാവർക്കും അറിയാം സ്പെല്ലിംഗ്. ഇവര് പോയിട്ട് BENCE ബെൻസ്, ഫോണറ്റിക് സിമിലാരിറ്റി. അവർ ഓക്കെ അതൊരു പേരാണ്, അപ്പൊ ഇതിലെ പേരിൽ എനിക്ക് തുടങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പേര് വ്യത്യാസമുണ്ട്, ഫോണറ്റിക് സിമിലാരിറ്റി ഒന്നും ഇല്ലാന്ന്. പക്ഷേ ദാറ്റ് ഈസ് റോങ്. ഇവർ ആ ബിസിനസ് വെച്ചിട്ട് മേ ബി കുറച്ചുനാൾ റൺ ചെയ്തിട്ട് ഒരു 2 years ഒക്കെ ഒന്നും സക്സസ്ഫുൾ ആയിരിക്കാം. പക്ഷെ ലേറ്റർ ഓൺ ദിൽ കം ടു നോ ദാറ്റ് മറ്റുള്ളവർ ഒരു ഇൻഫ്രിഞ്ച്മെന്റ് ആക്ഷൻ വന്നിട്ട് എന്തെങ്കിലും ലിറ്റിഗേഷൻ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ദേ ഹാവ് ടു ഡു, അവരൊക്കെ ബിഗ് ജയന്റ്സ് ആണ്. യു കാൻ ഡു anything about it. അവർക്ക് എത്ര വേണമെങ്കിലും they can spend lakhs or crores right for this. അപ്പോൾ
ഇതിലേക്ക് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താലോ ഓർ സംതിങ് എന്തെങ്കിലും ഒരു ഒബ്ജെക്ഷൻ വന്നു കഴിഞ്ഞാൽ ദേ ഹാവ് ടു ഫൈറ്റ്. പക്ഷെ അത്രയും നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ കൂടെ ഒന്നും. ഇറ്റ്സ് എ ലോങ് റൺ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ യെസ് ഒന്നിലെ പേര് മാറ്റുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ദ ബിസിനസ്. സ്റ്റോപ്പ് ദ ബിസിനസ് അല്ല, പേര് മാറ്റി പുതിയൊരു പേരിലേക്ക് ഇടേണ്ടി വരും. യെസ്. അപ്പൊ വാട്ട് ഹാപ്പൻസ്, ഇത്ര നാള് ഏൺ ചെയ്ത ആദ്യം മുതൽ പിന്നെ തുടങ്ങണം. പിന്നെ ആദ്യം മുതൽ മാത്രമല്ല, ഇത്ര നാളെ ആൾക്കാർ മനസ്സിലാക്കി തന്നെ ഈ പേരിലാണ്. ആ പേര് നാളെ ഞാൻ മാറ്റുമ്പോ ഇത് ആള് തന്നെയാണോ എന്ന് നമ്മൾ അത്രയും മാർക്കറ്റിംഗ് നമ്മൾ പിന്നെയും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഒരു പേര് എടുക്കുമ്പോൾ യു ഷുഡ് ബി ഓൾവേസ് കെയർഫുൾ. എപ്പോഴും ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, ഇന്റർനെറ്റിൽ നോക്കുക. അതുപോലെ തന്നെ ബെസ്റ്റ് ഓപ്ഷൻ ഗോ ഫോർ അറ്റോർണി, ഒരു ട്രേഡ് മാർക്ക് അറ്റോർണിനെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവരുടെ അടുത്ത് പറയാ ഇങ്ങനെയാണ് സംഭവം, ദേ വിൽ ഹെൽപ്പ് യു ഔട്ട്. അവർക്ക് നമുക്ക് ആക്ച്വലി IP സൈറ്റിന് അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. IP സൈറ്റിൽ സെർച്ച് ചെയ്യാം. ഓർ ഞങ്ങൾക്ക് വെച്ചാൽ വി ആർ ലൈക്ക് IP അറ്റോർണീസ് ആണ്, സ്പെഷ്യലൈസ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ലോ ആയതുകൊണ്ട് വി ഹാവ് ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ്, പെയ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ വൈഡ് സെർച്ച് ആണ് ഞങ്ങൾക്ക് ലോഗോ. ഇൻ കേസ് ഓൾറെഡി ഒരു ട്രേഡ് മാർക്ക് ഉള്ള ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ സിമിലാരിറ്റി ഉള്ള ഒരു ബ്രാൻഡ് നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയൊരു പേര് കൊടുക്കേണ്ടി വരും. അതെ അതെ, അത് നമുക്ക് സെർച്ച് ചെയ്യാം. അങ്ങനെ അതെ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്ലാസ്സസ് ആണ്, 45 ക്ലാസ്സസ് ഉണ്ട്. അതിൽ ഗുഡ്സ് ഉണ്ട്, സർവീസ്. നമ്മൾ ഏതാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ ആണെന്ന് വെക്കാം, ടെക്സ്റ്റൈൽ 25 ക്ലാസ് 25. അപ്പൊ ആ പെർട്ടിക്കുലർ ക്ലാസ്സിൽ സെർച്ച് ചെയ്യാം. അതെ. ഇപ്പൊ നിങ്ങൾ പക്ഷേ ഇപ്പൊ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ചിലപ്പോ ആ ക്ലാസ്സിൽ ഇപ്പൊ ഒരു പേരുണ്ട്, ഒരു ഫോർ എക്സാമ്പിൾ ABC എന്നുള്ള പേരുണ്ട്. നിങ്ങൾ ആ പേര് കൊണ്ട് വേറെ ക്ലാസ്സിൽ, ഫോർ എക്സാമ്പിൾ സർവീസ് ക്ലാസ്സിൽ, ലീഗൽ സർവീസിൽ ABC സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ റിമെമ്പർ യു ഷുഡ് നോട്ട് ഗോ ഫോർ എ വെൽ നോൺ മാർക്ക്. അതൊരു വെൽ നോൺ മാർക്കാന്ന് വെച്ചാല് സാധ്യതയുണ്ട് പിന്നെ പ്രശ്നം വരാം. അപ്പൊ ചെറിയ പേരൊക്കെ വെച്ചാൽ ഓബിയസ്ലി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു സെർച്ച് കൊടുത്ത് നമ്മൾ ഒരു ഇതിനു വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അതിന്റെ പ്രൊസീജിയർ എങ്ങനെ, ഡോക്യുമെന്റേഷൻ, അതിന് എത്ര ടൈം എടുക്കും കിട്ടാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഇപ്പൊ നമ്മളിപ്പോ സെർച്ച് വൺസ് അപ്രോച്ച് അപ്രോച്ചിന് ഞാൻ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന വെച്ചാല് ഞങ്ങൾ ഫസ്റ്റ് പറയും ഗോ ഫോർ എ സെർച്ച്. ചിലപ്പോൾ അവർ പറയും ഞങ്ങൾ സെർച്ച് ചെയ്തു ഒന്നും ഇല്ല അതുപോലെ എന്ന് പറയും. സോ ലൈക്ക് നോ, ലെറ്റ് us do the search, okay, to make sure that it is ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇഫ് ഫോർ എക്സാമ്പിൾ ഫാർമസ്യൂട്ടിക്കൽ ആൻസർ യു ഹാവ് ടു ഗോ ഫോർ എ വൈഡ് സെർച്ച്, കുറെ നോക്കേണ്ടി വരും. അങ്ങനെയാണെന്ന് വെച്ചാൽ വി ആക്ച്വലി ചാർജ്. അതല്ലാന്നുണ്ടെങ്കിൽ സം അറ്റോർണീസ് വിൽ ഡു ഇറ്റ് വിത്തൗട്ട് എനി പേയ്മെന്റ്. യെസ്, ഫ്രീ ആയിട്ട് തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാല് നമുക്കൊരു ഐഡിയ കിട്ടും ഇനി ഉണ്ടോ ഇല്ലേ, വെദർ യു ക്യാൻ ഗോ ഹെഡ് എന്നുള്ള. എന്തെങ്കിലും സിമിലാരിറ്റി ഉള്ള വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് സിമിലാരിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമിലാരിറ്റി ലുക്ക് ആൻഡ് ഫീൽ. ബിക്കോസ് കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് നമ്മളെ പ്രോഡക്റ്റിന്, ദിസ് ഷുഡ് നോട്ട് ബി എനി കൺഫ്യൂഷൻ ഫോർ ദ കൺസ്യൂമേഴ്സ്. അതാണ് ട്രേഡ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മാർക്കറ്റിൽ 2 പ്രോഡക്റ്റ് 2 പേരിൽ വരുമ്പോൾ കൺസ്യൂമർ വിൽ ഗെറ്റ് കൺഫ്യൂസ്, റൈറ്റ്? അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒക്കെ. എനിക്ക് പല ആൾക്കാരും നോക്കുന്നത് ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ നിഴല് പിടിച്ച് ഞാനും കയറി പൊക്കോളൂ എന്ന് ചിന്തിച്ചിട്ടാണ് പലരും ആ പേരിടുന്നത്. അതാണെന്ന് തെറ്റിദ്ധരിച്ച് എന്റെ ബ്രാൻഡ് വിൽക്കട്ടെ എന്ന് തന്നെയാണ് മനഃപൂർവ്വം ആലോചിച്ച് ചെയ്യുന്നവരുണ്ട്. ആക്ച്വലി അതെ, അതാണ് അറിയാതെ ചെയ്യുന്നവരുണ്ട്, അറിയാതെ ചെയ്യുന്നവരുണ്ടാവും, മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. കേസസ് വരാനുണ്ട്. ഫോർ എക്സാമ്പിൾ അറിയാണ്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞല്ലോ, അത് ചിലപ്പോ ഒരു ട്രേഡ് മാർക്ക്, ഒരു നെയിം ദേ ബീൻ യൂസിങ് ഫോർ ലോങ്, ഒരു 1975 തൊട്ട് യൂസ് ചെയ്യാണ്, അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബട്ട് ഓൾ ഓഫ് എ സഡൻ 5 ഇയേഴ്സിൽ ഒരാൾ വന്ന് ചെയ്തു, ഈ മറ്റാൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്ന് അറിയാണ്ട് തന്നെ ഇയാൾ വന്ന് രജിസ്റ്റർ ചെയ്തു, ഇയാൾക്ക് കിട്ടി. പക്ഷേ ഇൻ കേസ് മറ്റേ 75 തൊട്ടുള്ള ആള് വരെയാണ്, ഓക്കെ സി ഇതിങ്ങനെ എനിക്ക് ദിസ് ഈസ് മൈ ട്രേഡ് മാർക്ക്, ഐ ബീൻ യൂസിങ് ഫോർ ലോങ്, ഓക്കെ എന്ന് പറഞ്ഞ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാല് ഇറ്റ്സ് എ ബാറ്റിൽ, ഇറ്റ്സ് ലീഗൽ ബാറ്റിൽ ആയി. പിന്നെ അപ്പൊ യു ഹാവ് ടു പ്രൂവ്. പക്ഷെ മറ്റേ പ്രയർ യൂസറുള്ള ആൾക്ക് they have to prove that I've been using for long existence ആണ്. എങ്കിലും നമ്മൾ എടുത്തിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും ഒരു അഡീഷണൽ സപ്പോർട്ട് കിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ഐ ആം ടേക്കിംഗ് ദാറ്റ് ഓൾ പേ. അപ്പോഴും പക്ഷേ ട്രേഡ് മാർക്ക് എവിഡൻസ് ആണ്. ദാറ്റ് ഇസ് ലൈക്ക് ഐ ക്യാൻ ഷോ ദാറ്റ് ഓക്കെ ദിസ് ഇസ് മൈ എവിഡൻസ്, ഐ ബീൻ യൂസിങ് ഇറ്റ്. പക്ഷേ എന്താ പറയാ, ഒരു ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റെത്രയാണ് ലോങ് റൺ ഹീസ് ഓൾസോ എസ്റ്റാബ്ലിഷ്. അത് ആളുടെയും യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ബിസിനസ് ഓൾസോ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇയാളുടെ മെന്റാലിറ്റി നോക്കണം, വെദർ ഹി നോസ് അബൌട്ട് ഇറ്റ്. അപ്പൊ ദാറ്റ് ഇസ് ലൈക്ക് ലോട്ട് ഓഫ് എവിഡൻസ് യു ഹാവ് ടു പുട്ട് ഇൻ. എങ്ങനെയാണ് ഈ ട്രേഡ് മാർക്ക് എടുത്തത്, കാരണം എന്തുകൊണ്ടാണ്, അറിഞ്ഞിട്ടാണോ അറിയാണ്ടാണോ? സോ ലൈക്ക് കൺകറന്റ് യൂസേജ് എന്ന് പറഞ്ഞാൽ യൂസേജിലും വരാം. ഇറ്റ്സ് എ ലീഗൽ ബാറ്റിൽ, അതും ഒരു ഇഷ്യൂ ആണ് കൂടുതലായിട്ട് വരുന്നത്. ഭാവിയിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ എപ്പോഴും നല്ലത് സെർച്ച് ചെയ്ത് നമ്മളൊരു നെയിം
അപ്ലൈ ചെയ്ത് എടുത്തിട്ട് മാത്രം നോർമലി ഒരു TMന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാ പിന്നെ അതൊക്കെ ശേഷം കുറെ ടൈം എടുക്കും കിട്ടാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നെയിം അവൈലബിൾ ആണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് പറയും ഓക്കെ യു ക്യാൻ ഗോ ഹെഡ്. അപ്പൊ അവർക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അവര് പറയണ എനിക്ക് ലോഗോ ആണ് അല്ലെങ്കിൽ മാർക്കാണ്, വേർഡ് മാർക്ക്. സി ബിക്കോസ് ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നെയിം മാത്രമല്ല. യു ക്യാൻ സി ലോഗോ ഫോർ എക്സാമ്പിൾ M എന്നുള്ള മെക്ഡോണൾഡ്സിന് ലോഗോ, അതുപോലെ മൈക്രോസോഫ്റ്റ് എന്നുള്ള വേർഡ്, അല്ലെങ്കിൽ മിൽമ എന്നുള്ള വേർഡ്. മിൽമയ്ക്ക് വേർഡ് മാർക്കും ഉണ്ട് ആൻഡ് ദേ ഹാവ് ദ ലോഗോ. കണ്ടുണ്ടാവല്ലോ പാക്കറ്റില്. അപ്പൊ അതുപോലെ തന്നെ അത് രണ്ടും അവർ എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പൊ പറഞ്ഞ പോലെ സ്റ്റാർട്ടഡ് അക്കൗണ്ടൻസ് അത് അവർക്കും എടുക്കാം, അല്ലെങ്കിൽ സർട്ടിഫൈഡ് മാർക്സ് ആയിട്ട് എടുക്കാം. സൗണ്ട് മാർക്സ് എന്ന് പറയാം. ഇപ്പൊ ഈ മൈക്രോസോഫ്റ്റിന്റെ സൗണ്ട്സ് ഒക്കെ എടുക്കാം. നെറ്റ്ഫ്ലിക്സിന്റെ ആയി വരുന്നേ ഉള്ളൂ. അതുപോലെ what do you call that, shape marks, Toblerone chocolate in the shapes. You know, see, this is like taglines, slogans. There are a lot of things you can bring under trademark. Appo trade dress എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓറിയോ ബിസ്ക്കറ്റ്സിന്റെയും ഫാബിയോ ബിസ്ക്കറ്റ്സ് സെയിം പാക്കേജിങ് എങ്ങനെയാണ് അതുപോലും എടുക്കാൻ പാടില്ല എന്നാണ്. സോ ഇറ്റ്സ് കൺഫ്യൂസിങ്. സി പ്രയോറിറ്റി കൊടുക്കുന്നത് കൺഫ്യൂസിങ് ടു ദി കൺസ്യൂമേഴ്സ്. അത് അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ നമ്മൾ പറയും ഓക്കെ യു ക്യാൻ ഗോ ഹെഡ് വിത്ത് ദിസ് എന്ന് പറയും. ഇപ്പൊ അവരുടെ ഏതാണ് വേണ്ടത്, മാർക്കാണ് വേണ്ടത്, ഓർ ദേ വോണ്ട് ടു ഗോ ഫോർ ലോഗോ ആണ് ചോദിച്ചിട്ട്, ലോഗോ ഇപ്പൊ യുണീക്ക് ആണെന്ന് വെച്ചാൽ വീൽസ് ഓക്കെ ഫൈൻ യു ക്യാൻ ഗോ ഫോർ ദിസ്. പക്ഷെ ആ പേര് എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി ഉണ്ടെന്ന് വെച്ചാൽ വിൽ ടെൽ ദം യു കാൻ ഗോ ഹെഡ് വിത്ത് ദിസ്. അല്ലെങ്കിൽ അവർ പറയണം ഈ വേർഡ് എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് വേർഡിനാണ്. വേർഡ് കിട്ടി കഴിഞ്ഞാൽ വേറെ ആൾക്ക് ആ ലോഗോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് ലൈക്ക് ഗിവ് എ ബ്രോഡർ പ്രൊട്ടക്ഷൻ വേർഡ് മാർക്ക് കാണിച്ചാൽ. അപ്പൊ അങ്ങനെയും ചെയ്യും. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യണേന് ആരുടെ പേരിൽ എടുക്കണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ടാവും, കമ്പനിയുടെ പേരിൽ എടുക്കണോ അത് ആളുടെ പേരിൽ എടുക്കണോന്നും ഉണ്ടാവും. സി ഫോർ എക്സാമ്പിൾ ആളുടെ പേരിൽ എടുക്കായിരിക്കും കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ബെനിഫിറ്റ്, റൈറ്റ്? ബിക്കോസ് ഇൻഡിവിജ്വലിന് ഫീസ് ലൈക്ക് 4,500 ഉള്ളൂ, ഫോർ എ കമ്പനി 9,000. ബട്ട് ദി അഡ്വാൻറ്റേജ് ഇഫ് യു ഹാവ് MSME സർട്ടിഫിക്കറ്റ്, മറ്റേ ഉദ്യോഗ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് പലർക്കും അറിയുന്നില്ല. ബട്ട് വി അഡ്വൈസ് ദ ക്ലയന്റ്. സി നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ ചോദിക്കും, ഫസ്റ്റ് തിങ് വി ആസ്ക് ഇസ് നിങ്ങൾക്ക് MSME ഉണ്ടോ, ഉദ്യോഗം ഉണ്ടോ പറഞ്ഞാൽ go for it. If you can take it, under category വരാന്ന് വെച്ചാൽ go for it. Yes, കമ്പനിയുടെ പേരിൽ എടുക്കാം. അപ്പൊ അവർക്ക് 50% ഓഫ് ഉണ്ട്. പ്ലസ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ they get a refund also from the MSME department. അപ്പൊ അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഉള്ളപ്പോ you don't have to lose it. അത് കമ്പനിയുടെ പേരിലെടുത്ത് എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഡയറക്ടേഴ്സ് തമ്മിലുള്ള ഇഷ്യൂസും ഒഴിവാക്കാൻ പറ്റും. ഒന്ന് കോസ്റ്റ് വൈസ് ഇൻഡിവിജ്വലിന്റെ പേരെടുക്കാൻ വെച്ചാൽ, പിന്നെ അവരുടെ പേരിൽ വെച്ചാൽ ഒരു സ്പെസിഫിക് അവർക്ക് തന്നെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇൻഡിവിജ്വൽ പേരെടുക്കുമ്പോൾ they will have the control. പക്ഷെ നമ്മളുടെ ഇവര് വൈസ് ആവുമ്പോ എന്താ പറയാ, കമ്പനിയുടെ പേരിലാവുമ്പോ ബിസിനസ് അസറ്റ് ആയിട്ട് പോകും. ടാക്സിൽ വരും ബിസിനസ് അസറ്റ്. എന്തെങ്കിലും ലിറ്റിഗേഷൻ വരുമ്പോ ലൈക്ക് യു ക്യാൻ ടേക്ക് ലൈക്ക് ഇൻഡിവിജ്വലി വരില്ല, ടു ദി കമ്പനിയുടെ ആയിരിക്കും. ആൻഡ് ഓൾസോ ലേറ്റർ ഓൺ ഒരു ഇൻവെസ്റ്റർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മോർ ലൈക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ഒരു കമ്പനിയുടെ പേരിലാണ് IPs എന്ന് പറയുമ്പോൾ തന്നെ വാലിഡ് ആണ്. സോ അത് ഭയങ്കരമായിട്ട് നോക്കുന്നതാണ് ഇൻവെസ്റ്റേഴ്സ്. പ്രത്യേകിച്ച് നോക്കും ഒരു പ്രൈവറ്റ് ആണ് ലിമിറ്റഡ് ആണോ. യൂഷ്വലി നമ്മൾ പറയുന്നത് സജസ്റ്റ് ചെയ്യണത് ആരുടെ CS കാർക്കൊക്കെ അറിയാം, നമ്മളത് ലിമിറ്റഡ് ആണോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ എന്ന് പറയും. ബിക്കോസ് അതാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ കൂടുതലായിട്ടും they'll give importance to. അപ്പോൾ അതും യു ഷുഡ് ടേക്ക് കെയർ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ അതിപ്പോ ദേ ഫിക്സ്ഡ് ഇറ്റ്, ഓക്കെ ദേ ഹാവ് ടു ഗോ ഫോർ ഇതാണോ കമ്പനിയുടെ പേരിലാണോ ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പ്രൊസീജിങ് തുടങ്ങും. അപ്പൊ പ്രൊസീഡിങ്സ് പറയുമ്പോൾ ലൈക്ക് യു ഹാവ് ഫയലിംഗ് ഉണ്ട്, അത് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. എല്ലാം ഇപ്പൊ ഓൺലൈൻ ആണ്, നത്തിങ് ഈസ് ഓഫ്ലൈൻ. എല്ലാം ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റഫ്ലി ഇപ്പൊ 18 months എന്നാണ് നമ്മൾ പറയാ. വിത്തിൻ 18 months എല്ലാം ക്ലിയർ ആവും. വിൽ ഗെറ്റ് ദ രജിസ്ട്രേഷൻ. ഇപ്പൊ റയർലി ആണ് 2 years ഒക്കെ വരുന്നത്. ബിക്കോസ് കൂടുതൽ ഇപ്പൊ കുറെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ലൈക്ക് ദ ട്രേഡ് മാർക്ക് IP രജിസ്ട്രി കുറച്ച് ലാഗ് ഒക്കെ ഉണ്ട്, എന്നാലും മച്ച് ഇംപ്രൂവ്. ആ ജൂറിസ്ഡിക്ഷൻ ചെന്നൈ, സൗത്തിന്റെ വരുന്നത് ചെന്നൈ ആണ്. നമ്മൾ ഈ ട്രേഡ് മാർക്കിന്റെ ഇത് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ ബേസ്ഡിലാണല്ലോ അല്ലേ ഇതിന്റെ സിസ്റ്റം വരുന്നത്? ഓൾ ഇന്ത്യ ബേസ്ഡ്, ഇന്ത്യ. യെസ്, വാലിഡിറ്റി ഓൺലി ഇന്ത്യ. ഇപ്പൊ നമ്മൾ ഒരു ട്രേഡ് മാർക്കോ എനി IP, നോട്ട് ജസ്റ്റ് ട്രേഡ് മാർക്ക്, IP എടുത്തു കഴിഞ്ഞാല്
വാലിഡിറ്റി ഓൺലി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാണ്, അല്ല നിങ്ങൾ എക്സ്പോർട്ടേഴ്സ് ആണ്, മേക്ക് ഷുവർ യു ഗെറ്റ് യു ഷുഡ് ഗെറ്റ് ദി ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ഇൻ എവിടേക്കാണ്, ഏത് കൺട്രീസിലാണ് നിങ്ങൾക്ക് അവിടെ സെപ്പറേറ്റ്. ഗൾഫ് ആണെങ്കിൽ അവിടെ മാത്രമായിട്ട് വേറെ ഗൾഫ് ആണെങ്കിൽ GCC കൺട്രീസ് ചെയ്യാം, അല്ലെങ്കിൽ മാഡ്രിഡ് പ്രോട്ടോകോൾ എന്ന് പറയും, മാഡ്രിഡ് ആപ്ലിക്കേഷൻ. യെസ്, അതനുസരിച്ചാണെന്ന് വെച്ചാൽ 150 കൺട്രീസിൽ യു ക്യാൻ അപ്ലൈ വിത്ത് എ സിംഗിൾ ആപ്ലിക്കേഷൻ. പക്ഷെ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. യെസ്, അപ്പൊ അത് വൈപ്പോ എന്നല്ല, ഒരു ഇത് വഴിയാണ് പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് ത്രൂ ദാറ്റ് ചാനൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു സിംഗിൾ 150 കൺട്രീസ്, എല്ലായിടത്തല്ല, ആ പ്രോട്ടോകോളിൽ ഏതൊക്കെ കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും തന്നെ കാണും അല്ലേ? വി ആർ ഡൺ ദാറ്റ്. വി ആർ ഓൾമോസ്റ്റ് ഡൺ. ഒരു 60 ആപ്ലിക്കേഷൻസ് ഒക്കെ ഇന്റർനാഷണൽ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ സമയം കൂടുതൽ എടുക്കായിരിക്കും അല്ലേ? അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട് വർഷങ്ങൾ എടുക്കും. വർഷങ്ങളൊന്നുമില്ല, 18 months അങ്ങനെ തന്നെയുള്ളൂ. ഇപ്പൊ നമുക്കിപ്പോ TM എടുത്തതിന് ശേഷം നമുക്ക് എന്താ പിന്നെ അതിന്റെ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ എത്ര വരുന്നുണ്ട്? TM എന്ന് പറയുന്നത് ട്രേഡ് മാർക്ക് TM എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാന്ന് TM ഉണ്ട്, 6 ഉണ്ട്. 6 TM എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്തിട്ട് സമയമാണ്. 6 എന്നുള്ളത് ആഫ്റ്റർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ 6 ഇടാൻ പാടുള്ളൂ. പക്ഷെ എല്ലാവരും അത് അല്ലെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഒഫൻസ്. ശരിക്കും അത് ലയബിലിറ്റി ഉണ്ടാവും. അപ്പൊ അത് ചെയ്യരുത്. പലരും ചെയ്യുന്നത് അങ്ങനെയാണ്, ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്ത് തന്നെ 6 ഇടുന്നത്. 10 വർഷം എടുക്കില്ല 6 കിട്ടാനായിട്ട്? അങ്ങനെ ഉണ്ടോ? ഇല്ല, 18 monthsന് 6 തന്നെ കിട്ടും. 18 മനസ്സിലാവും. എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ ഞാൻ 5-8 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് 6 കിട്ടിയുള്ളൂ. അത് ഞാൻ പറഞ്ഞ ചിലത് ഇപ്പൊ യുണീക്ക് അല്ല പേര്. ഓൾവേസ് യു ഗോ ഫോർ എ യുണീക് നെയിം. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ, സൊമാറ്റോ, ഇതൊക്കെ ഇൻവെന്റഡ് വേർഡ്സ് ആണ്, ആർബിട്രറി വേർഡ്സ് ആണ്. ആർക്കും ഒരു എന്താ പറയാ, സംതിങ് വിച്ച് യു ക്രിയേറ്റ് യുവർ ഓൺ. അതിനാണല്ലോ നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് ഇമ്പോർട്ടൻസ്. രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് 6 യൂസ് ചെയ്യാൻ പോലും നമുക്ക് അധികം സമയത്തിനുള്ളിൽ കിട്ടുമല്ലേ? രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ 6 യൂസ് ചെയ്യാൻ. ഞാൻ വിചാരിച്ചു ഇത്ര TM എന്നുള്ള ലെവലിൽ നിന്നിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞ ലിറ്റിഗേഷൻ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ യുണീക്ക് അല്ല പേരെന്ന് വെച്ചാല് ഒബ്ജക്ഷൻ വരും ട്രേഡ് മാർക്ക് രജിസ്ട്രിന്ന്. അത് നമ്മൾ റിപ്ലൈ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് രജിസ്ട്രാർ ഇസ് നോട്ട് ഹാപ്പി, ദെൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഒരു ഹിയറിംഗ് വിളിക്കും. ഹിയറിംഗ് കഴിഞ്ഞ് ചിലപ്പോൾ റെഫ്യൂസ് ആവും. റെഫ്യൂസ് ആയി കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജേർണൽ പബ്ലിക്കേഷൻ കഴിയും. ജേർണൽ പബ്ലിക്കേഷൻ കഴിഞ്ഞ് ഇനിയും ഒരു 4 months പീരീഡ് ഉണ്ട്. വേറെ അഗ്രീഡ് പാർട്ടീസ് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒപ്പോസ് ചെയ്യാനായിട്ട്. ആ ഒപ്പോസിഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒപ്പോസിഷൻ ലൈക്ക് ഹീസ് ലൈക്ക് ഹി ഹാസ് ടു ഗോ ഹെഡ് വിത്ത് ഒപ്പോസിഷൻ. അപ്പൊ പിന്നെ കൗണ്ടർ പിന്നെയും ടൈം അങ്ങനെ ഇങ്ങനെ പോകും. അപ്പൊ അത് ലാഗാണ്. അപ്പൊ ആ 2 years 2 years ടൈം ഒക്കെ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ വേഗമായി കിട്ടും. വി ഹാവ് കേസസ് പെട്ടെന്ന് തന്നെ മേ ബി ഒരു 1-2 monthsലേക്ക് പെട്ടെന്നായി കിട്ടുന്ന കേസസും ഉണ്ട്. യെസ്, നമുക്കിത് അതുപോലെ 6 കിട്ടിക്കഴിഞ്ഞാൽ എത്ര നാൾ കൂടുമ്പോൾ ഇതിന്റെ റിന്യൂവൽസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്? 10 years ആണ് ഒരു ട്രേഡ് മാർക്ക്. യെസ്, റൈറ്റ് ഫ്രം ദ ആപ്ലിക്കേഷൻ തൊട്ട് 10 years ആണ് അവർ നോക്കുന്നത്. ആ 10 years ആണ് നമ്മള് ലൈക്ക് ഒരു ഇത് പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറ്റ്സ് പെർപെച്വൽ. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പെർപെച്വൽ ആണ്. ലൈക്ക് എവറി 10 years നമ്മൾ എങ്ങനെയാണോ അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആസ് ലോങ് ആസ് റിന്യൂ ഇറ്റ് പെർപെച്വൽ എന്ന് പറയാം നമ്മൾ ട്രേഡ് മാർക്ക്. റിന്യൂ ചെയ്യാതെ എങ്ങാനും നമ്മൾ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആളിലേക്ക് പോകും. അത് എംബാനൻ ആയി പോകും. അത് 10 years കഴിഞ്ഞിട്ടും ഒരു കുറച്ച് ഗ്രേസ് പീരീഡ് തരും. 1 year തരും. 6 months to 1 year ആണ്. അത് കഴിഞ്ഞിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അബാൻഡൻ ആയി പോകും. അബാൻഡൻ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അത് മാത്രമല്ല, വൺസ് യു ഗെറ്റ് ദറ്റ് രജിസ്ട്രേഷൻ നമ്മൾ അത് യൂസ് ചെയ്യണം. യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും ഈ പേര് യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ പേര് ലൈക്ക് വേണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ബി ലൈക്ക് ഭയങ്കര വിഗ്രസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണ്. ഇപ്പൊ ഈ ആള് ട്രേഡ് മാർക്ക് എടുത്തിട്ട് ഹി ജസ്റ്റ് ഐഡൽ അങ്ങനെ ആണെച്ചാലും the other party can file an objection and saying that okay he is that പെരുമാൾ എടുത്തിട്ട് ഒന്നും ചെയ്യില്ല. ചില ആൾക്കാർ എനിക്ക് ഏതെങ്കിലും വെല്ലോൺ ആരും എടുക്കാത്ത മനസ്സിലാവുമ്പോൾ എടുക്കുമ്പോ അങ്ങനെയൊക്കെ വരാറുണ്ട് അല്ലേ? ഫേമസ് ആയിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ട്, എനിക്കറിയാം. അവര് വെറുതെ എല്ലാ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാവും, ഒന്നും ചെയ്യില്ല. ഈ ഡൊമൈനിലൊക്കെ നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റിൽ എല്ലാവരും അത് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ .com ഒക്കെ എടുത്തു വെച്ചിട്ട് അവര് സെൽ ഇറ്റ് ഫോർ അപ്സെൽ ചെയ്യാൻ നോക്കുക. പക്ഷെ നമ്മൾ അതന്നെ ട്രേഡ് മാർക്ക് എടുക്കുമ്പോൾ തന്നെ മേക്ക് ഷുവർ ഈ ഡൊമൈൻ നെയിം കിട്ടുമെന്ന് നോക്കണം. അതല്ല എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ട്രേഡ് മാർക്ക് നിങ്ങളുടെ പേരിലായിരിക്കും, അപ്പൊ തന്നെ വേറെ ആൾക്കാരെ ഡൊമൈൻ ചെയ്യും. അപ്പൊ ഇറ്റ്സ് ഡിഫറെന്റ്. അപ്പൊ എന്താ വെച്ചാൽ മേക്ക് ഷുവർ ട്രേഡ് മാർക്കും ഡൊമൈനും എടുത്ത് വെച്ച്, അല്ലെങ്കിൽ ഡൊമൈൻ കിട്ടുന്ന പോലെ ട്രേഡ് മാർക്ക് അങ്ങനെ റിലേറ്റഡ് ആയി ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ഫോർ ദ ബിസിനസ് പേഴ്സൺ ഓൾസോ. അങ്ങനെ. പക്ഷെ നമ്മള് ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ IP എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു
ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്ക് മാത്രമല്ല, ഇല്ല. ഇന്റലക്ച്വൽ IP എന്ന് പ്രോപ്പർട്ടി പറയുമ്പോൾ യെസ് അതിൽ ഇൻക്ലൂഡഡ് ആണ് പേറ്റൻസ്, ഡിസൈൻസ്, കോപ്പി റൈറ്റ്സ്, അതുപോലെ തന്നെ വേറെ ട്രേഡ് സീക്രട്സ്, ഇങ്ങനെ യുനോ ആൻഡ് വോട്ട് യു കോൾ ഒരു സെമി കണ്ടക്ടർ ചിപ്സ് ആക്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇതെല്ലാം ടൈപ്സ് ഓഫ് IP ആണ്. IPs. യെസ്. അപ്പൊ ബിസിനസ്, ഒരു സ്റ്റാർട്ടപ്സ്, ടെക്നോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ദേ ഷുഡ് ബി കെയർഫുൾ അബൌട്ട് പേറ്റൻസ് ഓൾസോ, ഡിസൈൻസ്, കോപ്പി റൈറ്റ്സ്. നമ്മളിപ്പോൾ കോപ്പി റൈറ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. സോ ദേ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ സോഫ്റ്റ്വെയർ, ഹൗ ഇറ്റ് ഹാസ് ടു പ്രൊട്ടക്റ്റഡ്, അങ്ങനത്തെ ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ മാനുവൽസ്, അവരുടെ റിട്ടേൺ സ്ക്രിപ്റ്റ്സ് ഉണ്ടാവും. അതൊക്കെ മേക്ക് ഷുവർ ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ്. ശരിക്കും കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല, പക്ഷേ when it come for litigation അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ യു നീഡ് an evidence, right, to show that ഇതാണ് ഞങ്ങൾ ഓൾറെഡി we have this right എന്ന് പറയാനായിട്ട് ഇറ്റ്സ് ഓൾവേസ് ഹെൽപ്ഫുൾ. അപ്പോൾ അങ്ങനെയാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. പേറ്റന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് ലൈക്ക് ഇൻവെൻഷൻ, ഇന്നോവേറ്റീവ്. ഇപ്പോൾ ടെക്നോ കമ്പനീസ് ആണെച്ചാൽ നമ്മള് ഒരു ഐഡിയ ഇസ് ലൈക്ക് വാട്ട് മേക്സ് മൾട്ടി മില്യനിയേഴ്സ്, റൈറ്റ്, കമ്പനീസിനെയൊക്കെ. അപ്പൊ മേക്ക് ഷുവർ യുവർ ഐഡിയ ഇസ് വെൽ പ്രൊട്ടക്റ്റഡ്. അത് മറ്റുള്ള ബിഫോർ യു ഡിസ്ക്ലോസ് ഇറ്റ് ടു എനി അതർ പേഴ്സൺ, മേക്ക് ഷുവർ ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ്. അങ്ങനെയും ചെയ്യാം. പേറ്റന്റ് എന്നുവെച്ചാല് പ്രോബോണോ എന്ന് പറയും. യു ഹാവ് എ പ്രോബോണോ ഐഡിയ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ ആയിട്ട് അപ്ലൈ ചെയ്തിടാം. എന്നുവെച്ചാൽ ആ പ്രൊവിഷൻ ഒരു ഐഡിയ മാത്രമല്ലോ, ഐഡിയ യു ഹാവ് ഒരു കുറച്ചേ ആയിട്ടുള്ളൂ, ലൈക്ക് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. സോ എത്ര ആയിട്ടുണ്ട് ആ ഐഡിയ ഒക്കെ വെച്ചിട്ട് you just go for a provisional application. Yes, a provisional application കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പ്രയർ യൂസർ എന്ന് വെച്ചാൽ യു ഹാവ് ദ യൂസർ ഡേറ്റ് കിട്ടും അതിന്. അപ്പോൾ ആ പ്രയോറിറ്റീന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷൻ. അത് കഴിഞ്ഞ ഒരു 12 months പീരീഡ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിടാം. അത് ശരിക്കും ഒരു ഇന്റർനാഷണൽ ബോഡി ആയിരിക്കില്ലേ പേറ്റന്റ് ചെയ്യുന്നത്? ഇന്ത്യയിലാണ്, ചെന്നൈയിൽ തന്നെയാണ്. ഇന്ത്യൻ ഇത് തന്നെയാണല്ലേ. അപ്പൊ നമ്മളിപ്പോ ഒരു ഐഡിയ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു പേറ്റന്റ് കൊടുക്കുന്നതും ഫോറിൻ കൺട്രീസിൽ ഏതെങ്കിലും അതേ ഐഡിയ ആയിട്ട് അവിടെ കൊടുക്കുന്ന അത് വരുമ്പോ എങ്ങനെയായിരിക്കും നമ്മൾ? അപ്പൊ ഇതുപോലെ തന്നെ IP എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഞാൻ പറഞ്ഞ പോലെ ടെറിട്ടോറിയൽ ആണ്, വാലിഡ് ഓൺലി ഇൻ ഇന്ത്യ. ഞാൻ പേറ്റന്റ് എടുത്തു, ദാറ്റ് ഇസ് വാലിഡിറ്റി ഓൺലി ഇൻ ഇന്ത്യ. യു ഹാവ് ടു ഗോ ഫോർ ദി ഇന്റർനാഷണൽ വൺ, PCT ആപ്ലിക്കേഷൻ. അത് PCT എന്നാ പറയാ. അതിന് വേറെ കൺവെൻഷൻ ആണ്, ദാറ്റ്സ് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ, ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ. അതാണ് നമ്മൾ ഫയൽ ചെയ്യണത്. അതും ഇതുപോലെ കൺവെൻഷൻസ് ആണ്. ഒരു 120 കൺട്രീസ് ഉണ്ട്. അപ്പൊ ഏത് കൺട്രീസിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ പേറ്റന്റ് അവിടെയും ചെയ്യാം. അപ്പൊ ഈ TM ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ പേറ്റന്റ് ചെയ്ത് പോകാം. എനിക്ക് തോന്നുന്നു പേറ്റന്റും അതുപോലെ ട്രേഡ് മാർക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ നമ്മൾ പറഞ്ഞില്ല, നോൺ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞില്ല. ഈ സാധനത്തിന് നമുക്ക് അപ്രിസിയേഷൻ ആണ് എപ്പോഴും. നന്നായിട്ട് പോകുമ്പോൾ ഓൾവേസ് അതിന് അപ്രിസിയേഷൻ കിട്ടും. നമുക്ക് നാളെ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ട്രേഡ് മാർക്കോ അങ്ങനെയുള്ള സാധനം എനിക്ക് വിൽക്കാൻ പറ്റുമോ? അത് ആക്ച്വലി വേറെ ആൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മോണിറ്റൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ ലിവറേജ്, ഹൗ യു ക്യാൻ ലിവറേജ് യുവർ IP. നമുക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എൻ അസെറ്റ് എന്ന് പറഞ്ഞാൽ അസെറ്റ് ആണ്. ഇപ്പൊ ടാഞ്ചിബിൾ ആണെങ്കിൽ അറിയാലോ, ടാഞ്ചിബിൾ അസെറ്റ്സ് നമ്മൾ മിക്കതും വരുന്നത് ഡിവാലുവേഷൻ ആണ്. എല്ലാ സാധനത്തിനും ഡിപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. ഒരു പ്ലാന്റ് മേടിച്ചാലും മെഷീനറി മേടിച്ചാലും അല്ലെങ്കിൽ വേഗുകൾ എല്ലാത്തിനും ഡിപ്രിസിയേഷൻ ആണ് കമ്പനിക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആവുമ്പോൾ ടെക്നിക്കലി ഇറ്റ് ഹാസ് ടു ബി ഒരു അപ്സ്കെയിൽ ചെയ്യാനുള്ള. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ടാഞ്ചിബിൾ പറയുമ്പോൾ ഇപ്പൊ എനിക്കൊരു ഐ നീഡ് സം മണി, റൈറ്റ്, ഞാൻ എന്താ ഒരു ഇൻവെസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് സേഫർ ഇഫ് യു ഹാവ് എൻ IP വെൽ പ്രൊട്ടക്റ്റഡ്. അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് ഹൗ വെൽ യുവർ IP ഈസ് പ്രൊട്ടക്റ്റഡ്. നിങ്ങളുടെ IP വെച്ചാല് ഒരു IP ഓഡിറ്റ് എന്ന് പറയും. നമ്മൾ IP ഓഡിറ്റ് ചെയ്തിട്ട് മേക്ക് ഷുവർ നിങ്ങളുടെ ഏതൊക്കെ IP നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ IP പ്രൊട്ടക്ട് ചെയ്യണ്ട എന്നുള്ളതൊക്കെ നമ്മൾ മേക്ക് ഷുവർ ദാറ്റ് വിച്ച് ക്യാൻ ബി ഡൺ. IT ഓഡിറ്റ് പോലെ തന്നെയാണ് IP ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മളത് മേക്ക് ഷുവർ ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലെവറേജ്, ഇഫ് യു വോണ്ട് ടു മേക്ക് മണി ഓഫ് ഇറ്റ്, ഒരു മോണിറ്റൈസിങ് വേണം, ഓർ യു നീഡ് സം ഫിനാൻസിങ് വേണമെന്ന് വെച്ചാൽ ഇതും നിങ്ങൾക്ക് യു ക്യാൻ മേക്ക് ഇറ്റ്, ഗിവ് ഇറ്റ് ആസ് എ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇൻ എ ബാങ്ക്. അപ്പൊ അതുപോലും ചെയ്യാം ഫിനാൻസിന്റെ ആവശ്യം സമയത്ത്. അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് ഫോർ എ റോയൽറ്റി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ സെൽ ഇറ്റ്, assign it, or you can do whatever you want with it, license it. ഗുഡ് വില്ലിനൊക്കെ ഒരു വാല്യൂ കാണുന്ന പോലെ തന്നെയാണ് IP നമ്മുടെ വാല്യൂ അതിനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനെന്താന്ന് വെച്ചാല് ഒരു പീരീഡ് ഉണ്ട്. ട്രേഡ് മാർക്ക് ഇസ് ഫോർ ലൈക്ക് അത് പെർപെച്വൽ ആണ്. ദി അതർ വൺ പേറ്റന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് 20 years ആണ് വാലിഡിറ്റി. അത് കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ടു ദ പബ്ലിക് ഡൊമൈൻ. അത് പിന്നെ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മളിപ്പോ നോക്കുമ്പോ
കൊക്കക്കോളന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കൊക്കക്കോളന്റെ ഫോർമുലാസ് അത്ര പേർക്ക് അറിയില്ല. ഓൺലി നോൺ ടു 2 or 3%. അത്രേ അറിയുള്ളൂ. എന്തുകൊണ്ടാണ്? വൈ ദേ ഡിഡ്ന്റ് ഗോ ഫോർ പേറ്റന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പേറ്റന്റ് എടുത്തു കഴിഞ്ഞാൽ 20 years ആയിട്ട് പബ്ലിക് പോകും. നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. പിന്നെ ട്രേഡ് സീക്രറ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ട്രേഡ് സീക്രട്ട് ഇസ് നോട്ട് ആക്ച്വലി സ്പെസിഫൈഡ്, IP ഒന്നും സ്പെസിഫൈ പറഞ്ഞിട്ടില്ല. പക്ഷേ ദേ ആക്ച്വലി അത് ചെയ്യുന്നത് ഒരു കോൺട്രാക്ച്വൽ വഴിയാണ് ചെയ്യുന്നത്. സോ ലൈക്ക് ദേ ഹാവ് എൻ അഗ്രിമെന്റ്, ഓൺലി 2% നോസ് അബൌട്ട് ഇറ്റ്. അത് ആർക്കും അറിയില്ല, വേറെ ആർക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അവരപ്പോൾ അത് ട്രേഡ് സീക്രട്ട് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ ലൈക്ക് ദേ ഓൺലി ദോസ് പീപ്പിൾ നോസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് അതിലും പേറ്റന്റിങ്. ഇപ്പോ ഡിസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 10+ years ആണ്. 10 years കഴിഞ്ഞ് +5 years ഒരു എക്സ്റ്റൻഷൻ കിട്ടും. കോപ്പിറൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് +60 years ആണ്. കോപ്പിറൈറ്റ്സ് ലൈഫ് +60. നിങ്ങളെ ലൈഫ് കഴിഞ്ഞിട്ട് ഒരു 60 years അപ്പൊ നമ്മുടെ നെക്സ്റ്റ് തലമുറയ്ക്കും അത് കിട്ടും. അതെ ബുക്സ് അങ്ങനെയുള്ള അങ്ങനത്തെ. പക്ഷെ ഓരോ റൈറ്റ്സ് ആണ്. പേറ്റന്റ് 20 years ഉള്ളൂ. 20 years കഴിഞ്ഞാൽ അത് ആർക്കും യൂസ് ചെയ്യാം വിത്തൗട്ട് യുവർ മൈ പെർമിഷൻ. ആ 20 years വരെ ഐ ഹാവ് ദ റൈറ്റ് ടു മോണറ്റൈസ്, ഡു വാട്ട് എവർ ഐ വാണ്ട്. മാനുഫാക്ചർ ചെയ്യാം, സെൽ ചെയ്യാം, അസൈൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് വിത്ത്. ബട്ട് നോബഡി എൽസ് ഷുഡ് ഡു ഇറ്റ്. അങ്ങനെ വന്നാൽ ഇറ്റ്സ് എൻ ഇൻഫ്രിഞ്ച്മെന്റ്. അതർവൈസ് ഇറ്റ്സ് ഫൈൻ ടു ഗോ ഹെഡ് വിത്ത് ഇറ്റ്. അങ്ങനെയാണ്. സോ IP ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും. യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ മോണറ്റൈസ് ഇറ്റ്. അതാണ് മെയിൻ ആയിട്ട് IP ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മഞ്ജു, ഇപ്പൊ നമ്മളൊരു ട്രേഡ് മാർക്ക് നമ്മളുടെ അസറ്റ്സ് നമുക്കുള്ള ഒരാള്, നമ്മൾ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും കാണുന്നത് നമ്മുടെ പേരിലുള്ള ഒരു ബ്രാൻഡ് വേറൊരു സ്ഥലത്ത് കാര്യമായിട്ട് അവർ വേറെ സേവനമായിരിക്കാം, അല്ലെങ്കിൽ അവർ ആ ബോർഡ് അതേപോലെ തന്നെ വെച്ച് ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാം, സാധ്യതയുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾക്കെതിരെ വരാം അതുപോലെ, അല്ലേ? ഇതൊന്നും എടുക്കാത്ത ഒരാൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ നാളെ വേറൊരാൾ നമ്മൾ ഇങ്ങനെ ഒരു പേരിൽ കാണുമ്പോൾ അയാൾക്കും ഇത് ചെയ്യാം. എന്താണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? ഇപ്പം നമ്മൾ അങ്ങനെ കണ്ടാൽ നമ്മൾ എന്താ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? That's a good question. നമ്മളിപ്പോ നോക്കുമ്പോ ഹോട്ടൽ ആരിയാസ് ട്രേഡ് മാർക്ക് ഞങ്ങളുടെ ക്ലയന്റ് തന്നെയാണ്. പക്ഷെ യു ക്യാൻ സീ ദാറ്റ് എവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ കേരളത്തിലല്ല, തമിഴ്നാട് എവിടെ ചെന്നാലും ഈ പേര് കാണാം. എവിടെ ചെന്നാലും നമ്മള് ഈവൻ MG റോട്ടിൽ തന്നെ ഒരെണ്ണുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവര് കേസ് ഫയൽ സീസ് ആൻഡ് ഡിസീസ് നോട്ടീസ് അയച്ചു. അപ്പൊ അത് ക്ലോസ് ഡൗൺ ചെയ്തു. അതല്ല, ഇപ്പൊ ഇതാണ് ഒരു ബിഗ് ഫേം കമ്പനി, ഒരു ബിഗ് ഷോട്ട് കമ്പനി വെച്ചാല് അവരുടെ പേരിൽ വേറെ ചെറിയ ചെറിയ കമ്പനീസ് തുടങ്ങാന്നുള്ളത് എല്ലാവർക്കും ഒരു ഐഡിയ ആണ്. കാരണം ആ പേരിലേക്ക് അട്രാക്ട് ചെയ്യ ആൾക്കാർ വരാം. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇസ് ബിഗ് കമ്പനീസിന്റെ പേരാണ് പോണത്. ഇങ്ങനെ ചെറിയൊരു ഹോട്ടൽ ആരിയാസ് ഒരു ചെറിയൊരു കമ്പനി അല്ല ഒരു ചെറിയൊരു ഷോപ്പിൽ തുടങ്ങി കഴിഞ്ഞാല് വാട്ട് ഹാപ്പൻസ്, അതിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് ഹോട്ടൽ ആരിയാസ് റെപ്യൂട്ടേഷൻ ഗെറ്റ്സ് ഡാമേജ്. അപ്പൊ എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് സീസ് ആൻഡ് ഡിസീസ് അങ്ങനെ കണ്ടു കഴിഞ്ഞാല് നോട്ടീസ് അയക്കാം. ഫസ്റ്റ് ആസ്ക് ദം ടു സ്റ്റോപ്പ് ഇറ്റ്. അതല്ല, അതും കഴിഞ്ഞിട്ട് അവർ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്ലൈ ഒന്നും ഇല്ല, ദേ അഗെയിൻ കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ വേണ്ടെങ്കിൽ ലിറ്റിഗേഷൻ പോവാം, കോർട്ടിൽ ഫയൽ ചെയ്യാം, കമേഴ്ഷ്യൽ കോർട്സിൽ ഫയൽ ചെയ്യാം. ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവരും അപ്പിയർ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് കോമ്പൻസേഷൻ ചോദിക്കാം. ഇറ്റ് മേ ഗോ അപ് ടു 1 crore. അവരുടെ പേര് മാറ്റലും മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കോമ്പൻസേഷൻ ചോദിക്കാം. നമുക്ക് ഇത്ര നാൾ അവർ റൺ ചെയ്തതിന് നമുക്ക് എന്തെങ്കിലും ബിസിനസ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് വില്ല് യൂസ് ചെയ്തിട്ട് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ബേസ് റെൻഡിഷൻ ഓഫ് അക്കൗണ്ട്സ് ചോദിക്കാം. അതിനുശേഷം യു ക്യാൻ ആസ്ക് ഫോർ എ കോമ്പൻസേഷൻ ദാറ്റ് മേ ഗോ അപ് ടു 1 crore. അങ്ങനെ എത്ര വേണമെങ്കിലും ചോദിക്കാം. 10 lakhs അവരുടെ ബ്രാൻഡിന്റെ വാല്യൂ അനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അത് സംടൈംസ് അവർക്ക് തരാൻ ഇപ്പൊ ഒരു കമ്പനി ആണെച്ചാൽ കമ്പനിയുടെ മേലാണ് ആ പോവുക ആ ലയബിലിറ്റി. അതല്ല അതൊരു ഇൻഡിവിജ്വൽ ആണെച്ചാൽ ഇൻഡിവിജ്വലിന്റെ പേരിൽ പോകും. അതാണ് മേക്ക് ഷുവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ഇറ്റ് ഈസ് ഇൻ ദ നെയിം ഓഫ് എ കമ്പനി. അല്ലെ IP എടുക്കുമ്പോൾ നെയിം ഓഫ് എ കമ്പനി ആയിരിക്കും മച്ച് അല്ലെങ്കിൽ പേഴ്സണൽ അസറ്റ്സിലേക്കും വരെ അത് ടാർഗറ്റഡ് ആവാം. അങ്ങനെയും വരാം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അത് ലിറ്റിഗേഷൻ പറയുമ്പോൾ ഇറ്റ് വിൽ ഗോ ഓൺ. പക്ഷെ ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റേ ഓർഡർ ഇന്ററിം സ്റ്റേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പൊ അത് കോർട്ട് വാലിഡ് ആണെന്ന് വെച്ചാൽ യു വിൽ ഗെറ്റ് എൻ ഇന്ററിം സ്റ്റേ. അങ്ങനെയുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ജുറിസ്ഡിക്ഷൻ വരുന്നത് നമുക്ക് കൊച്ചി ഉണ്ടോ അതോ കൊച്ചി എവിടെയാണോ? അങ്ങനെയല്ല, ചെന്നൈ അല്ല, അത് ഡിഫറൻസ്. എവിടെ പാർട്ടീസ് എവിടെയാണോ അവിടെയാണ്. അപ്പൊ സപ്പോസ് എനിക്ക് ട്രേഡ് മാർക്ക് ഞാൻ കൊച്ചിയിലാണെങ്കിൽ ഞാൻ കാണുന്നത് ഇപ്പൊ തമിഴ്നാട്ടിലുള്ളതാണ് അത് കാണുന്നതെങ്കിൽ അവർ ഇവിടെ അപ്പിയർ ചെയ്യേണ്ടി വരും. ഇവിടെ അപ്പിയർ ചെയ്യാം. നമുക്ക് പ്ലേസ് ഓഫ് ബിസിനസ് എവിടെ അവിടെ അപ്പിയർ ചെയ്യേണ്ടി വരും. അവരപ്പോ ഇവിടെ അപ്പിയർ ചെയ്യേണ്ടി വരും. ഇവിടെ കേസ് ഫയൽ ചെയ്യാം. നമ്മൾ മറ്റേ കോടതിയിൽ കേസ് കൊടുക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ്. അതല്ല, അവരുടെ അവിടെയാന്ന് വെച്ചാൽ ഡിഫറൻസ് വെച്ചാൽ അവിടെ ചെയ്യാം.
പിന്നെ അതുപോലെ ഇപ്പം നമ്മളൊരു ബിസിനസ് നടത്തി കഴിഞ്ഞ് ഒരു ബ്രാൻഡിൽ നിന്ന് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഫ്രാഞ്ചൈസീസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സ്റ്റോക്കിസ്റ്റ് ഇങ്ങനെ പല ആൾക്കാർക്കൊക്കെ ചെയ്യാറുണ്ടല്ലോ പല കമ്പനികൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ട്രേഡ് മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എത്ര വരെ ലിവറേജ് അല്ലെങ്കിൽ എന്താണ് ഈ ഫ്രാഞ്ചൈസിക്കൊക്കെ ഏത് ലെവലിൽ വരെ അവർക്ക് അത് യൂസ് ചെയ്യാം, അതിന്റെ പെർമിഷൻസും അല്ലെങ്കിൽ അതിന്റെ ഒരു എഗ്രിമെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതോ എങ്ങനെയാണ് സിസ്റ്റം? നമ്മൾ ഓൾവേസ് മേക്ക് ഷുവർ നമ്മളൊരു ഫ്രാഞ്ചൈസി എഗ്രിമെന്റ് ലൈസൻസ് എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ മേക്ക് ഷുവർ ഹൗ വെൽ യുവർ IP is protected. ട്രേഡ് മാർക്കിനും IP ഓർ ലൈക്ക് എനി അതർ IP എന്നുള്ള ഷുഡ് ബി ഗിവൺ വെരി മച്ച് ഇമ്പോർട്ടൻസ് ടു ഇറ്റ്. ബിക്കോസ് മിസ്യൂസ് ചെയ്യാൻ മറ്റുള്ള ഫ്രാഞ്ചൈസികൾക്ക് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കരുത് ഫ്രാഞ്ചൈസിക്ക്. സോ നമ്മൾ ലിമിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും. സി ദിസ് ഈസ് അപ് ടു ദിസ് ലിമിറ്റ്, യു ക്യാൻ യൂസ് മൈ ട്രേഡ് മാർക്ക്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ടു ദിസ്, വേറെ ഒരു ജൂറിസ്ഡിക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് യു ക്യാൻ യൂസ് ഇറ്റ്, എവിടെ വേണമെങ്കിലും ഞങ്ങളെ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാം, പക്ഷേ അൾട്ടിമേറ്റ്ലി വി ആർ ദി ഓണേഴ്സ് ഓഫ് ഇറ്റ്. അങ്ങനെ ഒരു ക്ലോസും വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഗിവ് മച്ച് ഇമ്പോർട്ടൻസ് ടു യുവർ ഓണർഷിപ്പ്. നമ്മുടെ ട്രേഡ് മാർക്കിന് എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം ആ എഗ്രിമെന്റിൽ കൊടുക്കുക. എഗ്രിമെന്റ് ഷുഡ് ബി വെൽ പ്രൊട്ടക്റ്റഡ്. IP ക്ലോസ് വെൽ ഡ്രാഫ്റ്റഡ് ആയിരിക്കണം ഒരു എഗ്രിമെന്റ്. എനി എഗ്രിമെന്റ്സ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഈവൻ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് തന്നെ പറഞ്ഞപ്പോൾ, ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് പല പല എഗ്രിമെന്റ്സ് ഉണ്ടാവും പല സ്റ്റാർട്ടിങ് ബിസിനസ്സിൽ. പക്ഷെ നമ്മള് ഒരു കോപ്പിറൈറ്റ്, ഇപ്പൊ ഫ്രീലാൻസർ ആയിട്ടാണ് ഒരു കോപ്പിറൈറ്റ് വെക്കണതെന്ന് വെച്ചാൽ, ഫ്രീലാൻസർ കോപ്പിറൈറ്റ് വെക്കുമ്പോൾ ഈ അവർക്കാണ് ഓണർഷിപ്പ് ഉള്ളത് കോപ്പിറൈറ്റിൽ. അതല്ല, അണ്ടർ ദി എംപ്ലോയ്മെന്റ് ഒരാൾ നിങ്ങൾക്ക് വേണ്ടി എംപ്ലോയി ചെയ്യാണ്, എംപ്ലോയർക്കാണ് റൈറ്റ് ഉള്ളത് കോപ്പിറൈറ്റിനോ എനി IP റിലേറ്റഡ് ടു. അപ്പൊ അതെല്ലാം മേക്ക് ഷുവർ ഓർ അല്ലെങ്കിൽ വെൽ ഡോക്യുമെന്റ് ആയിരിക്കണം. സോ ഈ ഫ്രാഞ്ചൈസിയുടെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ തന്നെ എവിടേക്കാണ് എത്രത്തോളം ലിമിറ്റ് ആണ് ആൾക്ക് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഓണർഷിപ്പ് ഇസ് ഫുൾ, യു ആർ ദ ഫുൾ ഓണർ ഓഫ് ദി ട്രേഡ് മാർക്കുള്ള ക്ലോസും വെക്കാനായിട്ട് യു ഷുഡ് നോട്ട് ഫർഗെറ്റ്. ഓക്കെ. അപ്പൊ മഞ്ജു, നമ്മളിപ്പോ ഇത്ര സംസാരിച്ചതിൽ ഇപ്പൊ ഒന്നും കൂടി നമുക്കൊന്ന് കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പുതുതായിട്ട് തുടങ്ങുന്ന ഒരു ഓഫീസ് ഓർഗനൈസേഷനിൽ അവർ എന്തൊക്കെയാണ് മിനിമം ലെവലിലെങ്കിലും ചെയ്യേണ്ടത്? ഇപ്പൊ ട്രേഡ് മാർക്കിൽ തന്നെ ഒത്തിരി ഉണ്ട്, നെയിം ഉണ്ട്, ഷേപ്സ് ഉണ്ട്, ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഒരു മിനിമം ലെവലിലെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം? മിനിമം ലെവലിൽ തന്നെ ഫസ്റ്റ് അവരുടെ പേര് പ്രൊട്ടക്ഷൻ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ടെക്നോ ഫേം ആണെന്ന് വെച്ചാൽ ഓബിയസ്ലി നിങ്ങൾക്ക് പേറ്റന്റ് ആണ് ആവശ്യം. സോ ബിഫോർ ഇറ്റ് ഗോസ് ടു ദി പബ്ലിക്, വേറെ ആൾക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് മേക്ക് ഷുവർ ഇസ് വെൽ പ്രൊട്ടക്റ്റഡ്. അപ്പോൾ എല്ലാ കോപ്പി റൈറ്റ്സും മാനുവൽ സ്ക്രിപ്റ്റ്സ് നിങ്ങളുടെ കമ്പനി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ലിറ്റററി വർക്ക് ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ഇസ് വെൽ പ്രൊട്ടക്റ്റഡ് അണ്ടർ കോപ്പി റൈറ്റ്. അതുപോലെ തന്നെ ഇനി എഗ്രിമെന്റ്സ് വേറെ തേർഡ് പാർട്ടി ആയിട്ട് എഗ്രിമെന്റ്സ് വെക്കുമ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ സർവീസ് എടുക്കുമ്പോൾ make sure you have an agreement, proper well drafted agreement or NDA, non disclosure agreement among the employees. മറ്റുള്ളവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് വെക്കുക. അതുപോലെ ഒരു ഡിസൈൻ റിലേറ്റഡ് കമ്പനിയാണ് നിങ്ങളെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് എസ്തെറ്റിക് ആണ്, നമ്മളുടെ ഫംഗ്ഷനാലിറ്റിനുള്ള റിലേറ്റഡ് ആയിരിക്കില്ല. സോ ആ ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ആ പ്രോഡക്റ്റിനെ വ്യൂ ചെയ്യണം, കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് പ്രൊട്ടക്ട് ചെയ്യുക. സോ മേക്ക് ഷുവർ IP ഈസ് വെൽ പ്രൊട്ടക്റ്റഡ്. ബേസിക് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ട്രേഡ് മാർക്ക് വരുമ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ യു ഗെറ്റ് എൻ അഡ്വൈസ് ഫ്രം IP അറ്റോർണി. യെസ്, IP അറ്റോർണി ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങള് ഇപ്പൊ ഇവിടെ കൊച്ചിയിലാണ് ഞങ്ങളുടെ ബേസ്, പക്ഷെ our head office is in Chennai. We are branched out to Bangalore, Hyderabad and also Coimbatore. Almost എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് South Indian and also ഞങ്ങൾക്ക് across the globe ഉണ്ട്. So we have associates ഞങ്ങൾക്ക് help ചെയ്യാം. We have done almost around lot of clients associated with like international applications too. കേരളത്തിൽ തന്നെ ഒരു നല്ല FMCG and also corporate firms ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ക്ലയൻസ് ആയിട്ട്. യെസ്, അപ്പോൾ മേക്ക് ഷുവർ യു ഗെറ്റ് അഡ്വൈസ് ഫ്രം ദം. ഞങ്ങളാണെന്ന് വെച്ചാൽ വി ക്യാൻ ഹെൽപ്പ് യു വിത്ത് റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട്, സെർച്ച് ആൻഡ് ആപ്ലിക്കേഷൻ. ഒരു രജിസ്ട്രേഷൻ മാത്രമല്ല, ആപ്ലിക്കേഷൻ മാത്രമല്ല ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓർ IP ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞിട്ടും പ്രൊസീഡിങ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒബ്ജക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വരാന്ന് വെച്ചാൽ യു നീഡ് എ കമ്മ്യൂണിക്കേഷൻ. ഒരു പ്രോപ്പർ എവിടെയാണ് ഇപ്പൊ ഞങ്ങൾ തന്നെ വേണമെന്നില്ല, ഒരു പ്രോപ്പർ അറ്റോർണി, ഒരു പ്രോപ്പർ ഓഫീസ് ഉള്ള ആൾക്കാരുടെ അറ്റോർണിയുടെ അടുത്തോ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് നല്ലത്. ഓൺലൈനിൽ പലരും കണ്ടിട്ടുണ്ടാവും, ബട്ട് മൈ സജഷൻ ഇസ് ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ലേറ്റർ ഓൺ ഞങ്ങളുടെ അടുത്ത് ആൾക്കാർ വന്നവരും ഉണ്ട്. കാരണം മാം ഞങ്ങൾക്ക് ഇത് പ്രോപ്പർ എന്താ പറയാ ഒരു ഫോളോ അപ്പ് ഇല്ല, എന്തായിന്നൊന്നും അറിയുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അവർ അബാൻഡൻ ആയി പോയിട്ടുണ്ടാവും. ബിക്കോസ് ട്രേഡ് മാർക്ക് IP എന്ന് പറയുമ്പോൾ ടൈം ബൗണ്ട് ആണ്. എവറി ടൈം ഇസ് വെൽ ഒരു ലിമിറ്റ് ഉണ്ടാവും. അത് ക്രൂഷ്യൽ ആയിരിക്കും.
സോ അത് വെല്ലായിട്ട് നമ്മൾ നോക്കി, ഇഫ് യു ഡോണ്ട് ടേക്ക് കെയർ ഓഫ് ഇറ്റ്, വാട്ട് ഹാപ്പൻസ്, നമ്മുടെ IP ചിലപ്പോൾ അബാൻഡൻ ആയി പോയിട്ടുണ്ടാവും, റെഫ്യൂസ് ആയി പോയിട്ടുണ്ടാവും. സോ മേക്ക് ഷുവർ ഇറ്റ് ഇസ് ഒരു അറ്റോർണി അടുത്ത് പോവായിരിക്കും ഓൾവേസ് ബെറ്റർ. എനിക്ക് തോന്നുന്നു അത് കൂടാതെ തന്നെ ഇപ്പൊ ഇത് കാണുന്ന പലരും ഇപ്പൊ നമ്മൾ പുതിയതിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിലും ചിലപ്പോൾ വർഷങ്ങളായിട്ട് നല്ല ബിസിനസ് നിൽക്കുന്ന ആൾക്കാർ പോലും ഇത് ചെയ്യാത്ത ഒത്തിരി പേര് കണ്ടേക്കാം അതില്. അത് നമ്മൾ പറയുമ്പോഴാണ് പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അവർക്കും ഇത് ഒരു ഇപ്പൊ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അല്ലെ. എത്രയും പെട്ടെന്ന് ചെയ്യാന്നുള്ളൂ. ബെറ്റർ ലേറ്റർ ദാൻ നെവർ എന്ന് പറയുന്ന പോലെ എത്രയും പെട്ടെന്ന് എടുക്കാന്നുള്ളതാണ് കാര്യം. അല്ലെങ്കിൽ വേറെ ആൾക്കാർ അറിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരും. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു മഞ്ജുവായിട്ട് നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ ഇത് കാണുന്ന എല്ലാവരും ഇപ്പൊ പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാവാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ റണ്ണിങ് ആയിട്ട് വർഷങ്ങളായിട്ട് ബിസിനസ് ഒരു ബ്രാൻഡ് നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, പക്ഷെ നിങ്ങളിങ്ങനെ IP റൈറ്റ്സോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാത്തവരും കണ്ടേക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്കും മഞ്ജുവിന്റെ സേവനം ആവശ്യപ്പെടാം. ഞാൻ മഞ്ജുവിന്റെ നമ്പർ ഇതിന്റെ താഴെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മഞ്ജുവിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ ഫേം നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരും. മഞ്ജു, അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഇങ്ങനെ ഒരു നല്ലൊരു ഡിസ്കഷന് എത്തിയതിന് ചാനലിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.